അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഒരു കൂന്തൽ ബിരിയാണിയാണ്. അപ്പം അതിന് വേണ്ടതൊക്കെ ഒരു കിലോ കൂന്തൽ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം ഒരു പാൻ വെച്ച് ഓയിൽ ചൂടാക്കിയിട്ട് മീൻ ഫുള്ളായിട്ടിട്ട് ഇളക്കി പൊരിച്ചെടുക്കണം. നല്ലോണം സോഫ്റ്റായിട്ട് പൊരിഞ്ഞ് കിട്ടണം, വേണ്ട ഹാർഡാവണ്ട. അങ്ങനെ നമ്മൾ നല്ലോണം പൊരിച്ചെടുക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേറൊരു ടേസ്റ്റൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൂന്തൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലോണം വേണ്ട, കുറച്ച് പാകത്തിന് പൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ വലിയുള്ളി ഒരു 3 എടുത്തിട്ടുണ്ട്. അതും നല്ലോണം വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണം അത്രത്തോളം ഉള്ളി എടുക്കാവുന്നതാണ്. എനിക്കൊക്കെ കുറച്ച് മസാല മതി, അതുകൊണ്ട് 3 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ്, അത് 3 ടേബിൾ സ്പൂൺ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി, അത് നല്ലോണം വഴറ്റി വരുമ്പോൾ മല്ലിച്ചപ്പും കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഇലയാണ് എടുത്തിട്ടുള്ളത്. മറന്നു പോയതാണ് മല്ലിച്ചപ്പിൻ്റെ ഇല, എൻ്റെ കാര്യം മറന്നു. അപ്പോൾ ഞാൻ ആ ഇല എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മല്ലിച്ചപ്പിട്ട് അവിടെ ആർക്കും വലിയ ഇഷ്ടമില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ചെറുപറോന്നിടുന്ന ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടച്ച് വെച്ച് ആ കൂന്തൽ ഇട്ടൊരു 4 മിനിറ്റ് സ്ലിമ്മിലായി വെക്കുക. അപ്പോൾ മസാല ഒന്ന് ബാലൻസ് ചെയ്ത് വരും. എന്നിട്ട് നമുക്ക് കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് നല്ലോണം ഇളക്കി നെയ്ച്ചോറാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലിട്ടൊക്കെയാണ്. കുറച്ച് ഗരം മസാല എന്തായാലും ഇട്ട് കൊടുക്കണം. ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുന്നത് ഗരം മസാലയാണല്ലോ. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് വാങ്ങണം, പാക്കറ്റ് ഗരം മസാലയാണ് ഇട്ടിട്ടുള്ളത്. ഇതിക്ക് ആവശ്യമായ നെയ്ച്ചോറും കൂടെ തയ്യാറാക്കിയെടുക്കാം. നെയ്ച്ചോറിന് കുറച്ച് നെയ്യല്ല, അത് ഡാൽഡയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഡാൽഡയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ പീസസൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അത് വിട്ടുപോയതാണ് കാണാൻ, വീഡിയോയിൽ വിട്ടുപോയതാണ്. വെള്ളം ഒഴിക്കുക, നെയ്ച്ചോറിൻ്റെ അരി ഇടുക. പിന്നെ ഗരം മസാല കുറച്ചുകൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. അതും കൂടെ ചേർക്കും. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഓലയുണ്ട്, അതാണ് ഗരം മസാല ഇട്ടുകൊണ്ട് തന്നെ സെപ്പറേറ്റ് നമ്മൾ മിക്സ് ചെയ്യണം, ലെയർ ചെയ്യണത്. അത് നമ്മൾ ഇടുന്ന സമയത്ത് ഗരം മസാല ആഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കാണാം. നമുക്കതൊന്ന് നല്ലോണം സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം ഒരു 3/4 മണിക്കൂറോളം.